മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ അഞ്ചാമത്തെ പാഠം. പാഠം 5, വുളൂഇന്റെ ഫർളുകൾ. കഴിഞ്ഞ പാഠത്തിൽ വുളൂഇന്റെ ഷർത്തുകൾ നാം പഠിച്ചു. വുളൂഇന്റെ ഷർത്തുകൾ 5 ആകുന്നു. ഇനി നമുക്ക് ഈ പാഠത്തിൽ വുളൂഇന്റെ ഫർളുകൾ പഠിക്കാം. പാഠം നോക്കാം. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇന്റെ ഫർളുകൾ. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇന്റെ ഫർളുകൾ. അവ 6 ആകുന്നു. വുളൂഇന്റെ ഫർളുകൾ 6 ആകുന്നു. വുളൂഇന്റെ ഫർളുകളിൽ ഒന്നാമത്തെ നിയ്യത്ത് ചെയ്യുക. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. 2, മുഖം കഴുകുക. രണ്ടാമത്തെ ഫർള് മുഖം കഴുകലാണ്. തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് മുഖത്തിന്റെ അതിർത്തി. മുഖം കഴുകുമ്പോൾ ഇത്രയും ഭാഗം കഴുകേണ്ടതാണ്. തടവിയാൽ പോരാ, വെള്ളം കൊണ്ട് നനച്ചാൽ പോരാ, മുഖം കഴുകണം. മൂന്നാമത്തെ, 2 കൈയും മുട്ടോടുകൂടി കഴുകുക. ആദ്യം വലത്തെ കൈ മുട്ടോടുകൂടി കഴുകുക. മുട്ട് കഴുകണം. അതുപോലെ മുട്ടിൻ്റെ ഈ ഉൾഭാഗം, ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഭാഗം അവിടെ കഴുകണം. മുട്ടിനെ അല്പം മേൽഭാഗത്തേക്ക് കൂടി ഉയർത്തി കഴുകണം. ആദ്യം വലത്തെ കൈ കഴുകുക, പിന്നീട് ഇടത്തെ കൈയും അതുപോലെ കഴുകുക. വിരലുകളുടെ തല മുതൽ കഴുകണം. 4, തലയിൽ നിന്ന് അല്പം തടവുക. തലയുടെ അതിർത്തിക്കുള്ളിലുള്ള മുടിയില്ലെങ്കിൽ തൊലിയിലോ തടവണം. തലയുടെ അതിർത്തിക്കുള്ളിൽപ്പെട്ട മുടിയിലോ തൊലിയിലോ തടവണം. തലയുടെ അതിർത്തിക്ക് പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന മുടിയിലോ തൊലിയിലോ തടവിയാൽ മതിയാവുകയില്ല. തല തടവുമ്പോൾ ശ്രദ്ധിക്കണം. 5, 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. കാലിലെ മടമ്പ്, കാൽഭാഗത്തുള്ള വിള്ളൽ മുതലായവ സൂക്ഷിച്ച് കഴുകണം. ഞെരിയാണിക്ക് അല്പം മുകളിലേക്ക് കൂടി കയറ്റി കഴുകണം. 6, ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക. 6ാമത്തെ ഫർളാണ് ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക. ക്രമപ്രകാരം ചെയ്യുക. ഒന്നാമത്തെ ഫർളാണ് നിയ്യത്ത്. നിയ്യത്ത് വെക്കേണ്ടത് വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. 2ാമത്തെ ഫർള് മുഖം കഴുകൽ. 3ാമത്തത് 2 കൈയും മുട്ടോടുകൂടി കഴുകൽ. 4, തലയിൽ നിന്ന് അല്പം തടവുക. 5, 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 6, ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. 1, ക്രമ നമ്പർ ചേർക്കാം. ചിത്രത്തിൽ കൈ മുട്ടോടുകൂടി കഴുകൽ, മുഖം കഴുകൽ, 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ, തലയിൽ നിന്ന് അല്പം തടവുക. ഈ 4 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിന് ക്രമ നമ്പർ ചേർക്കാം. ആദ്യം ചെയ്യേണ്ടതിന് 1 നമ്പർ ഇടാം. മുഖം കഴുകൽ, ഇതിന് 1 കൊടുക്കാം.
രണ്ടാമത്തെ, 2 കൈയും മുട്ടോടുകൂടി കഴുകുക. ഇതിന് 2 എന്നിടാം. മൂന്നാമത്തെ, തലയിൽ നിന്ന് അല്പം തടവുക. ഇതിന് 3 എന്ന് നമ്പർ ഇടാം. കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇതിന് 4 എന്ന് നമ്പർ ഇടാം. ഒന്നാമത്തെ മുഖം കഴുകൽ, രണ്ടാമത്തെ കൈ രണ്ടും മുട്ടോടുകൂടി കഴുകൽ, മൂന്നാമത്തെ തലയിൽ നിന്ന് അല്പം തടവൽ, നാലാമത്തെ കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. തന്നിട്ടുള്ള ചിത്രത്തിന് ഇതുപോലെ നമ്പർ ഇടാം. ശരിയാക്കി എഴുതാം. 1. ഉളൂഇൻ്റെ ഫർളുകൾ 5 ആകുന്നു. അത് തെറ്റാണ്. ശരിയാക്കി എഴുതുമ്പോൾ ഉളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു. ഉളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഉളൂഇന് ഷർത്തുകൾ 5 ആകുന്നു, ഫർളുകൾ 6 ആകുന്നു. 2. തല തടവിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത്. ഇത് തെറ്റാണ്. കൈ കഴുകിയതിന് ശേഷമാണ് തല തടവേണ്ടത്. കൈ കഴുകിയതിന് ശേഷമാണ് തല തടവേണ്ടത്. 3. മുഖം കഴുകിയതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അത് തെറ്റാണ്. ഇവിടെ എഴുതേണ്ടത് നിയ്യത്ത് ചെയ്തതിനു ശേഷമാണ് മുഖം കഴുകേണ്ടത്. നിയ്യത്ത് ചെയ്തതിനു ശേഷമാണ് മുഖം കഴുകേണ്ടത്. 4. മുൻകൈ മാത്രം കഴുകിയാൽ മതി. അത് തെറ്റാണ്. ഉത്തരം എഴുതേണ്ടത് കൈ രണ്ടും മുട്ടോടുകൂടി കഴുകണം. ഉത്തരം എഴുതേണ്ടത് കൈ രണ്ടും മുട്ടോടുകൂടി കഴുകണം. സ്വയം ശീലിക്കാം. സ്വയം ശീലിക്കേണ്ട കാര്യങ്ങളാണ്. 1. മുഖം ശരിയായി കഴുകുന്ന രൂപം. മുഖം ശരിയായി കഴുകുന്ന രൂപം. മുഖത്തിൻ്റെ പരിധി തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് മുഖത്തിൻ്റെ പരിധി. മുഖത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള അല്പം ഭാഗം കൂടി കഴുകൽ വാജിബാണ്, നിർബന്ധമാണ്. അതായത് മുഖം കഴുകി ശീലിക്കുമ്പോൾ മുഖത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള അല്പം ഭാഗം കൂടി ചേർത്ത് കഴുകൽ നിർബന്ധമാണ്. 2. നിയ്യത്തോടുകൂടി മുഖം കഴുകുന്ന രൂപം. നിയ്യത്തോടുകൂടി മുഖം കഴുകുന്ന രൂപം. ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിക്കൊണ്ട് മുഖം മുഴുവനും കഴുകുക. അതാണ് നിയ്യത്തോടുകൂടി മുഖം കഴുകുന്ന രൂപം. ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിക്കൊണ്ട് മുഖം മുഴുവനും കഴുകുക. 3. 2 കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുന്ന രൂപം. 2 കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുന്ന രൂപം. കാലിൻ്റെ മടമ്പ്, കാലിൽ വിള്ളൽ ഉണ്ടെങ്കിൽ അത് മുതലായവ സൂക്ഷിച്ച് കഴുകണം. കാലുകൾ അല്പം കയറ്റി കഴുകണം. ഞെരിയാണിക്ക് മുകളിലേക്ക് അല്പം കയറ്റി കഴുകണം. ഇത് ശ്രദ്ധിച്ചിട്ട് കാലുകൾ 2 കാലുകളും കഴുകുക. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.